തിരക്ക് തകർത്ത് പി ബാലചന്ദ്രനാണ് മലയാളത്തിൽ അറിയപ്പെടുന്ന ഒരു നാടകകൃത്താണ്. ഞങ്ങളെല്ലാവരും ഒന്നിച്ച് സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിച്ചതാണ്. എൻ്റെ ഒരു കൊല്ലം സീനിയറായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാം വളരെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ്. ആദ്യത്തെ ഒരു സിനിമ ചെയ്യണം തുടങ്ങിയപ്പോൾ അത് മലയാളത്തിലൊരു ലിറ്ററേച്ചറെന്ന് ആയിരിക്കണം എൻ്റെ ഒരു സിനിമ എന്ന് തോന്നിയപ്പോൾ ഈ കഥകൾ വായിച്ച ഉടനെ തന്നെ എൻ്റെ മനസ്സിൽ ഓടിയത് ബാലേട്ടനാണ്. കാരണം ബാലേട്ടനാകുമ്പോൾ ഒന്ന് നമ്മളെ അഡ്വൈസ് ചെയ്യും, പിന്നെ നമുക്ക് നല്ല ഗൈഡൻസ് തരും, പിന്നെ അതുപോലെ തന്നെ തിരക്കഥയെക്കുറിച്ചും അല്ല നാടകത്തിനെക്കുറിച്ചും അതിൻ്റെ വ്യക്തിബന്ധങ്ങളെ പറ്റിയിട്ടും വളരെയധികം ഗാഢമായിട്ട് അറിവുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ബാലേട്ടനെ ഈ തിരക്കഥാകൃത്തായിട്ട് സമീപിച്ചത്. അത് ബാലേട്ടൻ കഥ വായിക്കുകയും കഥ മനസ്സിലാക്കുകയും ബാലേട്ടൻ അവാർഡും കിട്ടി. ഇതിൻ്റെ തിരക്കഥയ്ക്ക് അവാർഡ് കിട്ടി. പിന്നെ മാത്രമല്ല ബാലേട്ടൻ വളരെ ഭംഗിയായിട്ട് ഇതിൻ്റെ തിരക്കഥ ഞാൻ ഒരു ലൈനോ അല്ലെങ്കിൽ ഒരു സീനോ പോലും ഞാൻ അതിൽ നിന്ന് മാറ്റിയിട്ടില്ല. ബാലേട്ടൻ എഴുതിയ തിരക്കഥ ബൗണ്ട് ചെയ്ത സ്ക്രിപ്റ്റ് അതേപോലെ, അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഒരു കഥാപാത്രത്തിൻ്റെ ഇൻ്റർപ്രിട്ടേഷനും അതിൻ്റെ ലുക്കും എല്ലാം വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുള്ള ഒരു തിരക്കഥയായിരുന്നു അത്. അപ്പോൾ എനിക്ക് അധികം പണിയെടുക്കേണ്ടി വന്നില്ല. കാരണം ആ തിരക്കഥ എടുത്തിട്ട് സിനിമ എന്നുള്ള മീഡിയത്തിലേക്ക് ഞാൻ ജസ്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്തതല്ലോ. അത്രയും മനോഹരമായിട്ടുള്ളൊരു തിരക്കഥയായിരുന്നു പുനരധിവാസത്തിൻ്റെ. അത്രയും മനോഹരമായിട്ടുള്ള തിരക്കഥ എനിക്ക് വായിക്കാൻ പറ്റിയിട്ടുള്ളത് വരെ. ഫസ്റ്റ് സിനിമാറ്റോഗ്രാഫർ എന്ന് പറയുന്നത് എൻ്റെ സുഹൃത്താണ് രവി കെ ചന്ദ്രൻ. ഇന്ന് വളരെ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ക്യാമറമാനാണ് ഇന്ത്യയിൽ തന്നെ. രവിയാണ് ആക്ച്വലി എന്നെ ഒരുപാട് പ്രാവശ്യം നിർബന്ധിച്ചത്. ഞങ്ങൾ ആഡ് ഒരുപാട് ഷൂട്ട് ചെയ്യാറുമായിരുന്നു. അപ്പോൾ രവിയാണ് എന്നെ വളരെ നിർബന്ധിച്ചത്. അതായത് സിനിമ ചെയ്യണം, പ്രകാശ് സിനിമ ചെയ്യണം, വി കെ സിനിമ ചെയ്യണം എന്ന് പറഞ്ഞ് എനിക്ക് ആ ഒരു എനർജി തന്നത് രവിയാണ്. പിന്നെ ഞാൻ രവിയും കൂടെ പ്ലാൻ ചെയ്തത് എന്താ വെച്ചാൽ നമ്മളിതിലൊരു ലൈറ്റിംഗ് ചെയ്തൊരു ഫീൽ വരരുത്. അപ്പോൾ എല്ലാം നാച്ചുറൽ ആയിരിക്കണം. അപ്പോൾ അങ്ങനെ ഒരു ലൈറ്റിംഗ് പാറ്റേൺ ആണ് നമ്മൾ. അത് ഈ തറവാടുകൾ പലപ്പോഴും രവി പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്. തറവാടുകളിൽ നമ്മുടെ നാടൻ തറവാടുകൾ എപ്പോഴും ഇരുട്ടാണ്. പകൽ സമയത്ത് പോലും ലൈറ്റ് ഇടണം. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് നമ്മുടെ മലയാള വീടുകളുടെ ഒരു കൺസ്ട്രക്ഷൻ രീതി. അപ്പോൾ ആ തറവാടുകളിൽ പോലും ലൈറ്റ് ഇടുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ വിൻഡോയിൽ നിന്ന് വരുന്ന ലൈറ്റ്, ഇതൊക്കെ മാത്രമേ ഞങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇതിന് കിനോഫ്ലോസ്, അതായത് കുറച്ച് കിനോഫ്ലോസ് ഞങ്ങൾ വാങ്ങി അതാണ് നമ്മൾ ഉപയോഗിച്ചത്. അത് നായകൻ മനോജ് കെ ജയനാണ് ഈ സിനിമയിലെ നായക കഥാപാത്രം. മനോജിനെ ഞാൻ അപ്രോച്ച് ചെയ്യുന്നത് ഫോണിലാണ് ഞാൻ കഥ പറയുന്നത്. കാരണം ഞാൻ മനോജായിട്ട് മുമ്പ് വർക്ക് ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ കഥ പറഞ്ഞ രീതിയും അതുപോലെ തന്നെ എൻ്റെ ഒരു അപ്രോച്ച് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടായിരിക്കണം പുള്ളി ഓൺ ദ സ്പോട്ടിൽ തന്നെ എഗ്രി ചെയ്യുകയും അത് എൻ്റെ കൂടെ വരികയും പിന്നെ ഈ കഥാപാത്രം കറക്റ്റായിട്ട് മനസ്സിലാക്കി അതിനെ കറക്റ്റായിട്ട് പിച്ചിങ്, അതായത് ഞാൻ ശരിക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു മനോജിൻ്റെ. കാരണം ആ ക്യാരക്ടർ അത്രയും ഒരു ഉൾവലിവുള്ളൊരു ക്യാരക്ടറാണ്. ഇൻട്രാവേർട്ടാണ്, ഒരിക്കലും ഒരു എക്സ്ട്രാവേർട്ടല്ല. സ്വയം വേദനകൾ ഒതുക്കുന്നൊരു കഥാപാത്രമാണ്. അപ്പോൾ കണ്ണുകളും അതുപോലെ തന്നെ വളരെ മൈന്യൂട്ടായിട്ടുള്ള ബോഡി ലാംഗ്വേജും വളരെ ഡബ്ബിങ്, ഒരു ഡ്രമാറ്റൈസ് ചെയ്യാത്തൊരു സംഭാഷണ രീതിയും ഇതെല്ലാം ഞാൻ മനോജിൻ്റെ അടുത്ത് പറഞ്ഞത്. അത് വളരെ വ്യക്തമായിട്ടും വളരെ ക്ലിയറായിട്ടും അങ്ങനെ അത് അഭിനയിച്ച് ഫലിപ്പിച്ചു എന്നുള്ളതാണ് മനോജിൻ്റെ ഒരു പ്രധാന ഗുണമായിട്ട് ഞാൻ കണ്ടത്. നന്ദിതാദാസ് എന്ന് പറയുന്നത് മലയാളം അറിയാത്തൊരു കുട്ടിയാണ്. പക്ഷേ ഞാൻ നന്ദിതാദാസിനെ വിളിച്ച് അപ്രോച്ച് ചെയ്തപ്പോൾ അവർ പറഞ്ഞത് കംപ്ലീറ്റ് ഡയലോഗ് നമ്മൾ റെക്കോർഡ് ചെയ്ത് ടേപ്പിൽ റെക്കോർഡ് ചെയ്ത് ആ ഡയലോഗ് ഞങ്ങൾക്ക് അവർ അയച്ചു കൊടുത്ത് അവർ ഷൂട്ടിങ്ങിന് വന്ന സമയത്ത് അവർ കംപ്ലീറ്റായിട്ട് ബൈഹാർട്ട് പഠിച്ചിരുന്നു. എന്നെ അതിശയിപ്പിച്ചു പോയി. കാരണം അതിൻ്റെ അർത്ഥങ്ങളും അതിൻ്റെ ഡിക്ഷനും എല്ലാം അർത്ഥങ്ങൾ മനസ്സിലാക്കി അതേ രീതിയിൽ ഡയലോഗ് ബൈഹാർട്ട് പഠിച്ച് വന്ന് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് പെർഫോം ചെയ്തു എന്നുള്ളതാണ്. പിന്നെ പ്രവീണയുടെ ഒരു അഭിനയ രീതി എന്ന് പറയുന്നത് വളരെ നാച്ചുറലാണ്. അപ്പോൾ അവർ വളരെ നാച്ചുറലായിട്ട് വന്ന് വളരെ ഇന്നസെൻ്റായിട്ട് വന്ന് അഭിനയിച്ചു പോയ പ്രവീണയുടെ തന്നെ ഒരു വളരെ നല്ല മനോഹരമായിട്ടുള്ളൊരു അഭിനയിച്ചു എന്ന് തോന്നാത്തൊരു സിനിമയാണ് പുനരധിവാസം. അങ്ങനെ വളരെ നാച്ചുറലും കാഷ്വലും ഇന്നസെൻ്റായിട്ട് അഭിനയിച്ചു പോയ ഒരു സിനിമയാണ് പുനരധിവാസം. ഫസ്റ്റ് ഷോട്ട് എനിക്ക് ഓർമ്മയുണ്ട്. മമ്മൂട്ടി സാറൊക്കെ ഉണ്ടായിരുന്നു, ലക്ഷ്മി ഗോപാലസ്വാമി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മുടെ നന്ദിതാദാസിനെ ഇരുന്നിട്ട് മറ്റേ ബിന്ദു രാമകൃഷ്ണൻ മുടി പിന്നി കൊടുക്കുന്നു. അപ്പുറത്ത് അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിളിൽ നെല്ലെല്ലാം വെച്ച് വന്ന് കോഴികളൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യുന്ന ഷോട്ട് നന്ദിതാദാസിന് മുടി പിന്നിക്കൊടുത്തുകൊണ്ട് ബിന്ദു രാമകൃഷ്ണനും നന്ദിതാദാസും കൂടെ സംസാരിക്കുന്ന ഒരു ഷോട്ടാണ്. അത് കഴിഞ്ഞ് തിരിച്ച് ക്യാമറ വെച്ച് അത് ഞങ്ങൾ പെട്ടെന്ന് തീർത്ത് തിരിച്ച് ക്യാമറ വെച്ചിട്ട് ഇവർ നെല്ല് വേവിക്കാൻ പോകുന്ന ഒരു ഷോട്ട്. ആ ഷോട്ട് വെച്ചോടനെ ഞാൻ രവിയോട് പറഞ്ഞു, രവി നമ്മുടെ ഫിലിം കറക്റ്റ് പിച്ചിങ്ങിൽ വീണ് കഴിഞ്ഞു എന്ന് പറയുകയുണ്ടായി.